കെ.പി.സി.സിക്ക് പിന്നാലെ നാഥനില്ലാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഒ.ജെ. ജനീഷിന് മന്ത്രിസ്ഥാനം ലഭിച്ചു മാസങ്ങൾ പിന്നിട്ടിട്ടും പകരക്കാരനെ കണ്ടെത്താനായിട്ടില്ല. കെ.പി.സി.സി പുനഃസംഘടന അനന്തമായി വൈകുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെയും ബാധിക്കുന്നത്. അപ്പോൾ എന്താണ് വിനോദേട്ട, അതായത് ഇവർ ഈ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഇത്രത്തോളം വൈകി, അതിനുശേഷം പിന്നെ ആരാ? കെ.പി.സി.സി അധ്യക്ഷനെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഇനി ആരാണ് ബാക്കിയുള്ളത്? യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനമാണ്. അപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ വിനീഷാണ് ചേരുന്നത്. വിനീഷ്, അപ്പോൾ ഇതിൽ വലിയ അതിശയമൊന്നുമില്ല, അവർക്ക് കെ.പി.സി.സി അധ്യക്ഷനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അതിന് മാത്രമായിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയുമില്ലല്ലോ. ഇപ്പോൾ ഈ ഒ.ജെ. ജനീഷ് മന്ത്രിയായി മാറിയ സ്ഥിതിക്ക് ഇനി ആർക്കായിരിക്കും ആ നറുക്ക് വീഴാൻ സാധ്യത? വിനീഷ്. തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ ആർക്കാണ് നറുക്ക് എന്ന് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ല. കാരണം ആദ്യഘട്ടത്തിൽ കെ.പി.സി.സി അധ്യക്ഷനെ തീരുമാനിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിക്കേണ്ടത്. നേരത്തെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടം അത് വലിയ രീതിയിലുള്ള പീഡന പരാതി കേസുകളിൽ, അത്തരത്തിലുള്ള ആക്ഷേപങ്ങളിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നറുക്ക് ഒ.ജെ. ജനീഷിന് വീഴുന്നത്. അതിനുശേഷം ഒ.ജെ. ജനീഷും ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വീണ്ടും ഇലക്ഷന് മത്സരിക്കുകയും യുവജനകാര്യക്ഷേമ മന്ത്രിയായിട്ട് രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഏത് തരത്തിലാണ് ഇത് നാഥനില്ല കളരി പോലെ പിടിച്ചുലയ്ക്കുന്നത്, അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മുൻനിർത്തിയായിരിക്കണം കോൺഗ്രസിനുള്ളിൽ കെ.പി.സി.സി അധ്യക്ഷനെ തീരുമാനിക്കുന്നത്. അതിന് സമാനമായ സാഹചര്യം തന്നെയായിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിലും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഡൽഹിയിലെ ചർച്ച നടക്കുന്നത് കെ.പി.സി.സി അധ്യക്ഷനെ ചൊല്ലിയാണ്. ഒപ്പം യുവജന സംഘടന എന്ന രീതിയിൽ ഈ ഭരണം ലഭിച്ചതോടുകൂടി യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായും സംഘടനാ തലത്തിൽ പരാജയപ്പെടുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു വിമർശനമാണ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. അതും ഒരു ഗ്രൂപ്പിൻ്റെ പ്രധാന ഇടപെടൽ തന്നെയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. അപ്പോഴത്തെ ഘട്ടത്തിൽ KSU ഇത്തരത്തിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വലിയ രീതിയിൽ വിമർശനം ഉയർത്തുന്ന ഘട്ടത്തിൽ പോലും അതിനെ ആ നിലപാടുകൾക്കൊപ്പം പോലും നിൽക്കാൻ, അല്ലെങ്കിൽ അതിനെതിരെ പറയാൻ പോലും യൂത്ത് കോൺഗ്രസ് തലത്തിൽ ഒരു നേതാവില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു സംഘടനാ തലത്തിൽ ചിന്തിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിക്കാൻ നാഥനില്ലാത്ത ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന വിമർശനങ്ങൾ തന്നെയാണ്. നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. കെ.പി.സി.സിക്ക് പോലും പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോഴാണ് യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസിനും പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാതെ കോൺഗ്രസ് പ്രയാസപ്പെടുന്നത്. അതെ, അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമി ആവാതിരുന്നാൽ മതി, അതല്ലേ? അതാണ്